Okay. Good morning, all. Good morning, ma'am. Good morning. നമ്മൾ ഡൈവേഴ്സിറ്റി മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെ? ഇൻഡിവിജ്വൽ ഡിഫറൻസ്, ഡൈവേഴ്സിറ്റി മാനേജ്മെന്റ്. കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? എന്താണ് ഡൈവേഴ്സിറ്റി മാനേജ്മെന്റ്? മനസ്സിലായോ കൺസെപ്റ്റ്? ഓക്കെ. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലെവൽ ഓഫ് ഡൈവേഴ്സിറ്റീസിനെ കുറിച്ചിട്ടാണ് കേട്ടോ. 2 ലെവൽസ് ഓഫ് ഡൈവേഴ്സിറ്റി ആണ് മെയിൻലി നമ്മൾ വിസിബിൾ ആകുന്നത്. മോസ്റ്റ്ലി 2 ടൈപ്സ് ഓഫ് ഡൈവേഴ്സിറ്റീസ് ആണ് സാധാരണ നമുക്ക് ഒരാളെ കാണുമ്പോൾ അല്ലെങ്കിൽ അയാളുടെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു വ്യക്തിയിൽ 2 ടൈപ്സ് ഓഫ് ഡൈവേഴ്സിറ്റീസ് ഉണ്ട്. ഫസ്റ്റ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് സർഫസ് ലെവൽ ഡൈവേഴ്സിറ്റി ആണ്. എന്താണ് സർഫസ് ലെവൽ ഡൈവേഴ്സിറ്റി? സെക്കൻഡ് ഡീപ്പ് ലെവൽ ഡൈവേഴ്സിറ്റി ആണ്. 2 ഡൈവേഴ്സിറ്റീസ് ആണ് നമുക്ക് കാണാനായിട്ട് മെയിൻലി ഉള്ളത്. അതിലൊന്ന് സർഫസ് ലെവൽ ഡൈവേഴ്സിറ്റി, മറ്റൊന്ന് ഡീപ്പ് ലെവൽ ഡൈവേഴ്സിറ്റി ആണ്. ഇനി നമുക്ക് നോക്കാം എന്താണ് സർഫസ് ലെവൽ ഡൈവേഴ്സിറ്റി. സർഫസ് ലെവൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ആ ഡിഫറൻസ്, ആ ഇൻഡിവിജ്വൽ ഡിഫറൻസ് നമുക്ക് വിസിബിൾ ആയിരിക്കും, ഈസിലി വിസിബിൾ ആയിരിക്കും, നോട്ടീസബിൾ ആയിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ തന്നെ എന്ത് മനസ്സിലാവും? മനസ്സിലാക്കാൻ പറ്റുന്ന ഡിഫറൻസ് ഉണ്ടല്ലോ. ഓരോരുത്തർ നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിലൂടെ നമുക്ക് അവരുടെ ആ ഒരു വൈവിധ്യം അല്ലെങ്കിൽ ആ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനെയാണ് സർഫസ് ലെവൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഒരു ഇൻഡിവിജ്വലിനെ കാണാണ്, അദ്ദേഹത്തിനോട് സംസാരിക്കുകയാണ്, അദ്ദേഹമായിട്ട് കുറെ കാര്യങ്ങൾ സംസാരിച്ചു കഴിയുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ ഡിഫറൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഈസിലി നോട്ടീസബിൾ ആണ്. കുറെ നാൾ പെരുമാറോ അങ്ങനെയൊന്നും വേണ്ട, ജസ്റ്റ് നമ്മൾ ചില ആൾക്കാരെ കാണുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. അതാണ് എന്ത് സർഫസ് ലെവൽ ഡൈവേഴ്സിറ്റി. ഇപ്പൊ ജസ്റ്റ് ഒരു ഏജ്, ഇപ്പൊ എനിക്ക് എത്ര ഏജ് ഉണ്ടെന്ന് തോന്നുന്നു നിങ്ങൾക്ക്? എന്നെ കണ്ടപ്പോ തന്നെ തോന്നുന്ന ഒരു കാര്യമല്ലേ? എത്ര ഏജ് തോന്നുന്നുണ്ട്? 34 ദൈവമേ, 34 ഒന്നുണ്ടോ? എന്നോട് പറയാറുണ്ട് എനിക്ക് ഏജിനേക്കാൾ കൂടുതലും മെച്യൂരിറ്റി തോന്നാറുണ്ടെന്ന്. മെച്യൂരിറ്റി വൈസ് ആണോ അല്ലെങ്കിൽ കണ്ടപ്പോ ലുക്ക് വൈസ് കണ്ടപ്പോൾ തോന്നിയതാണോ 34? കുഴപ്പമില്ല. എനിക്ക് ഏജ് 27 ആണ്, 28 ആവുന്നുള്ളൂ. സോ നമ്മൾ ചില ആൾക്കാരെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് നമുക്ക് ആ ഒരു ഏജ് ഗസ് ചെയ്യാനായിട്ട് പറ്റും. ജെൻഡർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അവരുടെ ലാംഗ്വേജ് മനസ്സിലാവും. നമ്മൾ മലയാളികൾ എവിടെ കണ്ടാലും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഇപ്പൊ നമ്മൾ ചെന്നൈയിലൊക്കെ പോകുമ്പോൾ മലയാളി കുട്ടികളാണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, മലയാളി ആണെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, ഇല്ലേ? നമ്മളുടെ ഒരു പേഴ്സണാലിറ്റിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ മലയാളി ആണെന്ന്? അങ്ങനെ മനസ്സിലാക്കാൻ പറ്റാറില്ലേ? ഇപ്പോ ഞാൻ തമിഴ്നാട്ടിൽ പോകുമ്പോഴത്തെ ഒരു അവസ്ഥ കാര്യം പറയാം. അവിടെ ഞാനവിടെ പോയിട്ടുള്ളതുകൊണ്ടാണ് പറയുന്നത്. അവിടെ പറയുന്നത് നമ്മളുടെ എന്താ പറയാ, നമ്മളുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും അത് മലയാളിയാണ് അല്ലെങ്കിൽ അവരുടെ നാട്ടുകാരാണെന്ന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് പറയാറുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ സ്റ്റൈൽ കണ്ട് മനസ്സിലാക്കും. പെൺകുട്ടികളെ കണ്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും കേരളത്തിൽ നിന്ന് വന്ന കുട്ടികളാണെന്ന്. അതേപോലെ നമ്മളുടെ ചില കാര്യങ്ങളൊക്കെ എന്താണ് പറയാ, കാണുമ്പോ ആ അപ്പിയറൻസിൽ നമുക്ക് മനസ്സിലാവും ഇന്ന സ്ഥലത്തു നിന്ന് വന്നവരാണ്, ഇന്ന സ്റ്റേറ്റിൽ നിന്ന് വന്നവരാണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. നമുക്ക് പെട്ടെന്ന് എന്താ പറ്റും മനസ്സിലാക്കാനായിട്ട് പറ്റും. വംശികത എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മള് ഇന്ത്യക്കാരെ പുറത്ത് വെച്ച് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇന്ത്യക്കാരാണ്. ചില സമയത്ത് പാകിസ്ഥാൻകാരെ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് ആദ്യം ഇന്ത്യക്കാരാണെന്നാണ്, അല്ലെ? മേ ബി അവര് ഹിന്ദി സംസാരിക്കുന്നുണ്ട്. സോ നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യമൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് മേ ബി ഇന്ത്യക്കാരായിരിക്കും. പിന്നെയും എവിടെയാണ് നേറ്റീവ് എന്നൊക്കെ സംസാരിച്ച് വരുമ്പോഴായിരിക്കും അത് മേ ബി പാകിസ്ഥാനിൽ വന്നവരാണെന്ന് മനസ്സിലാവണേ. അതേപോലെ ശ്രീലങ്കക്കാരോട് നമ്മൾ സംസാരിച്ചാലും നമുക്ക് മേ ബി തോന്നും നമ്മൾ ഇന്ത്യക്കാരാണെന്ന് തോന്നും. മേ ബി അവരുടെ അപ്പിയറൻസിൽ നിന്ന്, അവരുടെ പെരുമാറ്റത്തിൽ നിന്ന്, ലാംഗ്വേജിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ഗസ് ചെയ്യും. അവരുടെ പേഴ്സണാലിറ്റിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. സർഫസ് ലെവൽ ഡൈവേഴ്സിറ്റി റെഫേഴ്സ് ടു ഡിഫറൻസ് ദാറ്റ് ആർ ഈസിലി വിസിബിൾ ഓർ നോട്ടീസബിൾ എമംഗ് ദ പീപ്പിൾസ്. നമ്മൾ അവരെ കാണുമ്പോൾ അവരിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സർഫസ് ലെവൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് കേട്ടോ.
നമ്മൾ അവരെ കാണുമ്പോൾ അവരിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു ഡൈവേഴ്സിറ്റിനെയാണ് സർഫസ് ലെവൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. മേ ബി നമുക്ക് ഏജ് ഗസ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞു. നിങ്ങൾ ഗസ് ചെയ്ത് തെറ്റിപ്പോയിട്ടാ, എനിക്ക് ഏജ് കുറവാണേ. പിന്നെ എത്തന്റിസിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വംശീയത, നമ്മൾ ഇവിടെ നിന്ന് വന്നിരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോ ഒരു നമ്മൾ വർക്ക് ചെയ്യാന്ന് വിചാരിക്കുക, ബാംഗ്ലൂരൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ മലയാളി കുട്ടികളെ കണ്ട് അവർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ചെന്നൈയിൽ നമ്മൾ വർക്ക് ചെയ്താലും അവര് തമിഴാണോ മലയാളിയാണോ എന്ന് നമ്മളെ പെരുമാറ്റം ഫസ്റ്റ് അപ്പിയറൻസിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യും. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ജെൻഡർ എന്ന് വെച്ചാൽ നമുക്ക് കണ്ടാൽ അറിയാം പെൺകുട്ടിയാണ് ആൺകുട്ടിയാണ്. ഇന്നത്തെ കുട്ടികളെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് പാടാണ് കേട്ടോ. ചില പെൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആൺകുട്ടിയാണെന്ന് ഫീൽ ചെയ്യും, അല്ലെ? മുടിയൊക്കെ കട്ടൊക്കെ ചെയ്ത് നല്ല ഭംഗിയില് ആൺകുട്ടികളെ പോലെ തന്നെ നടക്കുന്നത്, അല്ലെ? ഇപ്പോഴത്തെ കാര്യം അല്ലെ? ആണ്. പക്ഷെ എന്നാലും നമുക്ക് ജസ്റ്റ് ഒരു അപ്പിയറൻസ് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ആൺകുട്ടികളും മോശമൊന്നുമല്ല, മുടിയൊക്കെ വളർത്തി പെൺകുട്ടികളെ പോലെയാണ് ഇപ്പോഴത്തെ കുട്ടികൾ നടക്കുന്നത്. ജസ്റ്റ് ജെൻഡർ നമുക്ക് ഏകദേശം ഗസ് ചെയ്യാനായിട്ട് സാധിക്കും. റേസ് ഗസ് ചെയ്യാൻ സാധിക്കും, അല്ലെ? ചില ആൾക്കാരുടെ പെരുമാറ്റത്തിൽ നിന്ന് അവർ ഏത് റേസ് മീൻസ് ഏത് കാസ്റ്റ് ആണെന്ന് നമുക്ക് പെട്ടെന്ന് റിലീജിയൻ ആണ്, ബാക്ക്ഗ്രൗണ്ട് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ജസ്റ്റ് ഇപ്പൊ ഒരു മുസ്ലിം കുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അവർ നല്ല തട്ടൊക്കെ വിയർ ചെയ്ത് അവർ കുറച്ച് അടക്കൊതുക്കുള്ള കുട്ടികളായിരിക്കും, അല്ലെ? അല്ലെ, അവരൊരു ആ ഒരു വേ ഓഫ് രീതി വ്യത്യാസമായിരിക്കും. പിന്നെ ഹിന്ദുസിന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. ക്രിസ്ത്യൻസിനെയും ഏകദേശം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും, ഇല്ലേ? നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിൽ അവരുടെ ആ ഒരു അപ്പിയറൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റും. പിന്നെ നമ്മുടെ കൾച്ചർ, ലാംഗ്വേജ്, പിന്നെ നമുക്ക് എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ആദ്യം തന്നെ നമുക്ക് നോട്ടീസബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ എനിക്ക് ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അയാൾക്ക് വിക്ക് ഉണ്ടോ, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉണ്ടോ, ഹിയറിംഗ് ഇമ്പയർമെന്റ് ഉണ്ടോ, ചെവി കേൾക്കാനായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, മേ ബി അവർ എന്ത് വെച്ചിട്ടുണ്ടാവും, ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ടുണ്ടാവും. നമ്മൾ ചോദിക്കും ഹിയറിംഗ് എയ്ഡ്, അപ്പൊ കുട്ടിക്ക് എന്താണ് കേൾവിക്ക് ചെറിയ പരിമിതികളുണ്ട്. ഇതെല്ലാം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന എന്താണ് ഡൈവേഴ്സിറ്റീസ് ആണ്, അല്ലെ? നമ്മൾ ഫസ്റ്റ് തന്നെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഇനി നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിട്ടാ. അപ്പൊ നമ്മൾ ഒരാളെ കാണുമ്പോൾ നമ്മൾ ഇതേപോലെ ഒബ്സർവ് ചെയ്യാറുണ്ടോ? ഉണ്ട്. നല്ല ഒബ്സർവർ ആവാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമ്മൾ ഒരാളെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവരെ വാലുവേറ്റ് ചെയ്യും. ഇങ്ങനെ ജസ്റ്റ് ഈ കുട്ടി എത്ര ഏജ് ഉണ്ടാവും ഗസ് അടിക്കും, അല്ലെ? നമ്മൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുന്നതാണ്. അവർക്ക് ദോഷം വരാത്ത രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് അസ്വസ്ഥത ക്രിയേറ്റ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് ഒബ്സർവ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. എത്ര ഏജ് ആണ്, ഏത് കാസ്റ്റ് ആയിരിക്കും, അങ്ങനെയൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ എന്താണ്, സോ ദിസ് ടൈപ്സ് ഓഫ് ഡൈവേഴ്സിറ്റി ഈസ് ഈസിലി നോട്ടീസബിൾ. നമുക്ക് ഈ ഡൈവേഴ്സിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി നോട്ടീസബിൾ ആണ്. ഇറ്റ് ക്യാൻ ബി മെഷേർഡ് ഈസിലി, നമുക്ക് മെഷർ ചെയ്യാനും സാധിക്കും. ഈസിലി എന്ത് ചെയ്യാൻ സാധിക്കും, പെട്ടെന്ന് മെഷർ ചെയ്യാനും സാധിക്കും. ദസ് റിക്രൂട്ടർ ആൻഡ് മാനേജർ മേ ഡിസ്ക്രിമിനേറ്റ് ഓൺ ദ ബേസ് ഓഫ് ദിസ് ഡിഫറൻസ്. ഇതിന്റെ ബേസിൽ എന്ത് ചെയ്യും, ഡിസ്ക്രിമിനേറ്റ് ചെയ്യും, വേർതിരിക്കും എന്നാ പറയുന്നത്. ഇപ്പൊ ജസ്റ്റ് ഒരു കാര്യം പറയാം, നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ജോബാണെന്ന് വിചാരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞു ടീച്ചിങ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം. അതേപോലെ തന്നെ കുട്ടികളെ കൺട്രോൾ ചെയ്യാനും അവരെ നിയന്ത്രിച്ച് നിർത്താനും പറ്റണം. ഇപ്പോ എനിക്കറിയാം എന്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടികൾ മേ ബി എന്നേക്കാൾ കൂടുതൽ ഏജ് ഉള്ള കുട്ടികളുണ്ട്. അപ്പൊ എനിക്ക് ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത് എന്നെ റിക്രൂട്ട് ചെയ്ത സമയത്ത് ക്ലാസ്സിന്റെ ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുത്ത സമയത്ത് മാനേജ്മെന്റ് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. എന്തുകൊണ്ട്, സാധാരണ നമ്മളിങ്ങനെ പറയുമ്പോൾ കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ളവരായിരിക്കും നമ്മൾ ടീച്ചറായിട്ട് കണക്കാക്കുന്നത്, അല്ലേ? നമ്മള് എന്താ പറയാ, കുറച്ചും കൂടി കുട്ടികളെ സ്ട്രിക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യണം. ആ ഒരു രീതിയാണ്. കുട്ടികളോട് ചിരിച്ചു കളിച്ച് നിൽക്കുകയും വേണം. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ എങ്ങനെയായിരിക്കണം, നമ്മുടെ ജോബിൽ കറക്റ്റ് സ്ട്രിക്റ്റ് ആയിരിക്കണം. പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ പോർഷൻസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോ അത് ചെയ്യാൻ പറ്റുന്ന ഉറപ്പുള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ജോബ് കിട്ടിയത്. അതേപോലെ തന്നെ നമ്മൾ സീരിയസ് ആയിട്ട് ഇപ്പൊ മാനേജർ എന്ന് പറയുമ്പോൾ നിങ്ങൾ പോകാൻ പോകുന്ന ജോബ് എന്താണ്, HR മാനേജർ ആണ്. ഡിഫറെന്റ് ആയിട്ടുള്ള സ്വഭാവമുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള പേഴ്സൺസ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ HR മാനേജർ എന്ന് പറഞ്ഞാൽ ഒരു പവർഫുൾ പേഴ്സൺ ആയിരിക്കണം. അറ്റ് എ ടൈം ഒരു ലീഡറും
അറ്റ് എ ടൈം ഒരു കൺട്രോളറുമായിട്ട് പ്രവർത്തിക്കേണ്ട വ്യക്തിയാണ് ആര്, HR മാനേജർ എന്ന് പറഞ്ഞാൽ. അപ്പൊ അത്രയും പവർ അദ്ദേഹത്തിന് വേണം, എല്ലാവരെയും കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. ചിലപ്പോൾ ചില സമയത്ത് HR മാനേജർ മേ ബി യങ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും, ബട്ട് അദ്ദേഹം കൺട്രോൾ ചെയ്യുന്നത് ഒരുപാട് അദ്ദേഹത്തെക്കാൾ ഏജ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിനായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. സോ നമ്മൾ HR മാനേജേഴ്സ് എന്ത് ചെയ്യണം, അവരോട് നമ്മളുടെ എക്സ്പീരിയൻസിന് നമ്മൾ റെസ്പെക്ട് ചെയ്യണം അല്ലെ, നമ്മൾ ബഹുമാനിക്കണം അല്ലെ. കാരണം എന്താണ്, അവരുടെ എക്സ്പീരിയൻസിന് നമ്മൾ റെസ്പെക്ട് ചെയ്തുകൊണ്ട് അവരെ കൊണ്ട് നമ്മളുടെ ഓർഗനൈസേഷന് വേണ്ട കാര്യങ്ങൾ ചെയ്യിച്ചെടുക്കുക എന്നുള്ളത് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ്. അപ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലൂടെ അദ്ദേഹത്തിന്റെ ഈ ഒരു ഡൈവേഴ്സിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കണം. സോ on the basis of, for example, belief of a recruiter that performance decrease as age increase, he or she may prefer to hire young professionals. ആ അഭിപ്രായത്തോട് എനിക്ക് അധികം യോജിപ്പില്ല കേട്ടോ. പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിക്രൂട്ടേഴ്സ് യങ് ആയിട്ടുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കാറുണ്ട്. ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെക്കാൾ കൂടുതൽ യങ് ആയിട്ടുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കാറുണ്ട് കേട്ടോ. അത് ഡിസ്ക്രിമിനേഷൻ നമ്മൾ ഫേസ് ചെയ്യുന്നത് തന്നെയാണ്. നമ്മളിപ്പോ എന്താ പറയാ, നമ്മളുടെ ആരുടെയാണ്, മമ്മൂട്ടിയുടെ ഒരു ഫിലിമില്ലേ, ഒരു ഇൻഷുറൻസ് ഏജന്റ് ആയിട്ട്, കണ്ടിട്ടുണ്ടോ? അത് പേര് അറിഞ്ഞൂടാ, കണ്ടിട്ടുണ്ട്, 3 പേര് കണ്ടിട്ടുണ്ട് ബാക്കി. ആ ഒരു ഫിലിമില് അതിലെ ഏജ്ഡ് ആയിട്ടുള്ള ആളെ എന്ത് ചെയ്യാണ്, പറഞ്ഞു വിടാണ്. കാരണം എന്താണ്, യങ് ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോഴാണ് കുറച്ചും കൂടെ എന്ത് പ്രൊഡക്റ്റീവ് ആവുള്ളൂ. ഇമ്മാനുവൽ, അതന്നെ ഇമ്മാനുവൽ. യങ് ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോഴാണ് കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് എന്ന് വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു PG കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്നതിന് നല്ലതായിട്ട് ഇന്റേൺഷിപ്പ് വേണമെങ്കിൽ നോക്കാം ആദ്യം. ഇന്റേൺഷിപ്പോ എന്താ പറയാ, നമ്മള് ആർട്ടിക്കിൾഷിപ്പോ നോക്കാം കേട്ടോ. എന്നുവെച്ചാൽ നമ്മള് മേ ബി പേയ്മെന്റ് ചിലപ്പോൾ ഉണ്ടാവും. ട്രെയിനിങ് ആയിട്ട് പോവുകയാണെങ്കിൽ ചെറിയൊരു എമൗണ്ട് ആയിരിക്കും പേയ്മെന്റ്, പക്ഷെ ചിലപ്പോൾ ഒരു 6 months നമ്മൾ അങ്ങനെ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് നല്ല ഒരു പോസ്റ്റിങ്ങിലേക്ക് പോകുമ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും. ഞാൻ എത്രയിലാണ്, 2018 ഞാൻ ആദ്യമായിട്ട് PG കഴിഞ്ഞു. അത് കഴിഞ്ഞ് CM ആയിരുന്നു ഞാൻ. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്റേൺഷിപ്പിന് പോയി. എനിക്ക് കിട്ടിയ ഫസ്റ്റ് സാലറി എന്ന് പറഞ്ഞാൽ 2500 ആണ്. സോ ഫസ്റ്റ് സാലറി എന്ന് പറയാൻ പറ്റൂല, സ്റ്റൈഫൻഡ് ആണത്. നമ്മൾ ട്രെയിനിങ്ങിന് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന പേയ്മെന്റ് സ്റ്റൈഫൻഡ് എന്നാ പറയുന്നത്. സ്റ്റൈഫൻഡ് എന്താണ്, ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കയറിയത് വളരെ നന്നായി. കാരണം നമ്മൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉള്ളത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇത്ര വർഷം നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്നതും നമുക്ക് എക്സ്പീരിയൻസ് കയറുന്നത്, നമ്മുടെ ക്വാളിഫിക്കേഷനൊപ്പം എക്സ്പീരിയൻസും കൂടി ആഡ് ആയി വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എന്താണ് നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ആരും എന്ത് ആലോചിക്കരുത്, പേയ്മെന്റ് കാര്യം ആലോചിക്കരുത്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ഏൺ ചെയ്യാൻ നോക്കാം. ജോലിയായിട്ട് തന്നെ ആവാം. എക്സ്പീരിയൻസ് ഏൺ ചെയ്തതിനു ശേഷം നമുക്ക് പറയുന്ന ആ ഒരു എമൗണ്ടിൽ ജോലി കിട്ടുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എക്സ്പീരിയൻസ്. എല്ലാവരുടെ മൈൻഡിൽ എന്താ വേണ്ടത്, എക്സ്പീരിയൻസ് വേണം എന്നുള്ള ചിന്തയിലേക്ക് വരണം കേട്ടോ. ഓക്കെ, സർഫസ് ലെവൽ ഡൈവേഴ്സിറ്റി ഇസ് നാച്ചുറൽ, ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു ഓൾട്ടർ ഓർ ചേഞ്ച്. നമുക്ക് ഈ സർഫസ് ലെവൽ ഡൈവേഴ്സിറ്റി മാറ്റാനായിട്ട് പെട്ടെന്ന് പറ്റില്ല. നമ്മുടെ ഏജ് ഒന്നും മാറ്റാൻ പറ്റില്ല. കുറച്ച് നമുക്ക് വേണമെങ്കിൽ യങ് ആവാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം, എന്നാലും നമുക്ക് ഏജ് കുറയ്ക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എന്താണ്, അത് നമുക്ക് ഓൾട്ടർ ചെയ്യാനായിട്ട് പറ്റില്ല. ഫോർ എക്സാമ്പിൾ, റേസിയൽ ഡിഫറൻസ് ഓർ ജെൻഡർ ഡിഫറൻസ് കനോട്ട് ബി മെഷേർഡ് ഡൗൺ ടു 0. നമുക്കത് റേസ് അല്ലെങ്കിൽ ജെൻഡർ ഡിഫറൻസ് ഒന്നും നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. ചില കാര്യങ്ങളാണ് സർഫസ് ലെവൽ ഡൈവേഴ്സിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമുക്കത് ഫീൽ ചെയ്യും, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഒരാളെ കാണുമ്പോൾ തന്നെ നമുക്കത് ഗസ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു സ്ത്രീ ഇത്ര ഏജിൽ വരുന്ന ഒരു ആളാണ്, മേ ബി ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട്, അപ്പൊ ആൾക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും എന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഡീപ്പ് ലെവൽ ഡൈവേഴ്സിറ്റി ആണ് കേട്ടോ. ഡീപ്പ് ലെവൽ ഡൈവേഴ്സിറ്റി, നമ്മള് ഡീപ്പ് ലെവൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് കുറച്ച് ഉള്ളിലേക്ക് ഇറങ്ങി ചേർന്നിട്ടുള്ളൊരു എന്താണ് ഡൈവേഴ്സിറ്റി ആണ്. ഡീപ്പ് ലെവൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഡിഫറെന്റ് ദാറ്റ് ആർ നോട്ട് ഈസിലി വിസിബിൾ. നമുക്ക് ആ ഒരു ഡൈവേഴ്സിറ്റി നമുക്ക് പെട്ടെന്ന് വിസിബിൾ ആവില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. They are understood gradually through the person's behavior and interaction with others. മറ്റുള്ളവരോട് ഇന്ററാക്ട് ചെയ്യുന്നതിലൂടെ, ആ വ്യക്തിയുടെ പെരുമാറ്റത്തിലൂടെയൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആദ്യം ഞാൻ ഈ ക്ലാസ്സിൽ വന്ന സമയത്ത് ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് ഫീൽ ചെയ്തോ, അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയാ, എല്ലാവരും പറയാറുള്ള ഭയങ്കര
എന്താ പറയാ സ്ട്രിക്റ്റ് ആണെന്ന് തോന്നിയോ? നോ, തോന്നിയില്ല. ഓക്കെ, കുഴപ്പമില്ല. എന്നോട് ആദ്യം പറയുമ്പോഴേ, അല്ല ആദ്യം പരിചയപ്പെടുന്ന സമയത്ത് ചിലപ്പോ കാണുമ്പോ തന്നെ എന്നോട് പറയാറുണ്ട്, കണ്ടപ്പോ തന്നെ തോന്നി ഭയങ്കര ജാടയാണെന്നാ തോന്നിയത്. പക്ഷെ അടുത്ത് കഴിഞ്ഞപ്പോ എന്ത് പാവാണ് എന്ന് തോന്നിയെന്ന് പറയാറുണ്ട്. കുട്ടികളും പറയാറുണ്ട്, കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സും പറയാറുണ്ട്, എന്നോട് പറയാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ ആ ഒരു അപ്പിയറൻസിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. നമ്മൾ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ വിചാരിക്കും ഭയങ്കര ഒരു ജാട ടീമാന്ന് വിചാരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഇല്ലേ? ആദ്യം ജാടയെന്ന് തോന്നിയിട്ട് പിന്നെ ഭയങ്കര പാവാണെന്ന് തോന്നിയ ഒരു ഫ്രണ്ട് ഉണ്ടാവില്ലേ? ഫ്രണ്ട്സ് ഇല്ലേ? നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും അല്ലെ? നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ്സ്. നമ്മളുടെ പെരുമാറ്റത്തിലൂടെ നമ്മൾ അവരായിട്ട് നല്ല രീതിയിൽ മിങ്കിൾ ആവുന്നതിലൂടെയാണ് ആ പേഴ്സണാലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, മെഷർ ചെയ്യാനും മനസ്സിലാക്കാനും സാധിക്കുന്നത്. അങ്ങനെയുള്ള ബിഹേവിയർ ആണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്, വാല്യൂസ്, ബിലീഫ്സ്, നമ്മുടെ പേഴ്സണാലിറ്റി. ഇതെല്ലാം എന്താണ്? ഡീപ്പ് ലെവൽ ഡൈവേഴ്സിറ്റി ആണ്. പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിനോട് പെരുമാറുന്നതിലൂടെ, അദ്ദേഹത്തിനോട് നമ്മൾ എന്തെയ്യുന്ന ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നതിലൂടെ, കമ്മ്യൂണിക്കേഷനിലൂടെയാണ് നമുക്ക് ഈ പറഞ്ഞ ഡിഫറൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ദീസ് ഡിഫറൻസ് ആർ നോട്ട് ഈസിലി എന്താണ് നോട്ടീസബിൾ. നമുക്ക് ഈസിലി നോട്ടീസബിൾ അല്ല. ഈ ഡിഫറൻസ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ അദ്ദേഹത്തിനോട് പെരുമാറാണ്ട് മാറി നിൽക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കില്ല. നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് നല്ല രീതിയിൽ കോൺടാക്ട് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഹെൻസ് ഇറ്റ് ഈസ് cannot be measured. നമുക്ക് മെഷർ ചെയ്യാനൊന്നും പറ്റൂല കേട്ടോ. നമുക്ക് പേഴ്സണൽ ഡിഫറൻസ് ലൈക്ക് ആറ്റിറ്റ്യൂഡ്, വാല്യൂസ്, ബിലീഫ്സ്, പേഴ്സണാലിറ്റി ആ ഡീപ്പ് ലെവൽ ഡൈവേഴ്സിറ്റീസ് ആണ് ഈ പറഞ്ഞത്. then it cannot be easily measured. നമുക്ക് പെട്ടെന്ന് മെഷർ ചെയ്യാനായിട്ട് ഈസിലി മെഷർ ചെയ്യാൻ പറ്റില്ല. This difference become gradually more important to establish level of similarity, so the peoples get to know each other, and therefore deep level difference usually start with the identifying surface level difference. നമ്മൾ ഫ്രണ്ട്സിനെ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മളുടെ വൈബുള്ള പിള്ളേരെ നമ്മൾ നോക്കാം അല്ലെ? നമ്മളുടെ അതേ വൈബുള്ള പിള്ളേരെ നോക്കും അല്ലെ? എന്നിട്ട് ഗ്യാങ് ആവാൻ നോക്കും, അങ്ങനെയല്ലേ? അതെ, നമ്മളൊക്കെ അങ്ങനെയായിരുന്നു. നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു? നമ്മളുടെ അതേ സ്വഭാവമുള്ള ഏതെങ്കിലും ഒരു എന്താ പറയാ പൊട്ടത്തരൊക്കെ അതേപോലെ തന്നെ ചെയ്യുന്ന ഒരാളുണ്ടോ എന്ന് നമ്മൾ നോക്കിയിട്ടായിരിക്കും നമ്മളുടെ അതേ മാച്ച് ആയിട്ട് തോന്നുന്ന ഒരാളേക്ക് നമ്മൾ ഫ്രണ്ട് ആക്കുന്നത്. അപ്പം നമുക്ക് ഈ ഡീപ്പ് ലെവൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് നമ്മൾ പെരുമാറ്റത്തിലൂടെ അദ്ദേഹത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ഈ ഒരു ഡൈവേഴ്സിറ്റി എന്ത് ചെയ്യാൻ സാധിക്കുന്നത്, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇപ്പം ചിലപ്പം നമ്മൾ എന്താ പറയാ ഭയങ്കര ജാടയെന്ന് ഫീൽ ചെയ്യുന്ന ഒരാളായിരിക്കും. ചിലപ്പോൾ അടുത്ത് കഴിഞ്ഞാൽ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു ക്യാരക്ടർ ആയിരിക്കും അദ്ദേഹത്തിന്. ചിലപ്പോൾ പുറമെ നമുക്ക് നോക്കുമ്പോൾ നല്ല ഫ്രണ്ട്ലി ആയിട്ട് തോന്നും, പക്ഷെ അടുത്ത് കഴിയുമ്പോൾ കുറച്ച് റൂഡായിട്ട് പെരുമാറുന്ന ഒരാളായിരിക്കും. സോ നമ്മൾ പെരുമാറ്റത്തിലൂടെ നമ്മൾ അദ്ദേഹത്തായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതിലൂടെ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്, അവരെ കുറിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. These difference become gradually more important to establish level of similarity, so the people get to know each other. നമ്മൾ മനസ്സിലാക്കണം അല്ലെ? ഇവരെ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സർഫസ് ലെവൽ ഡൈവേഴ്സിറ്റി മനസ്സിലാക്കണം. നമ്മൾ ആദ്യം പറഞ്ഞ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് കാര്യങ്ങളും മനസ്സിലാക്കിയാൽ മാത്രമാണ്, അവരോട് കുറച്ചും കൂടി അടുത്താൽ മാത്രമാണ് നമുക്ക് ഡീപ്പ് ലെവൽ ഡിഫറൻസിനെ കുറിച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, എ പേഴ്സൺ അക്സെപ്റ്റ് to a minority ethics group may be treated differently by others since its culture and language might be different. Sometimes ഇത് ഡിസ്ക്രിമിനേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ പറയാം. ചില സമയങ്ങളിൽ മൈനോറിറ്റി ഗ്രൂപ്പിൽ നിന്നുള്ള ആൾക്കാരുണ്ടാവില്ലേ, എന്നുവെച്ചാല് എന്താണ് മൈനോറിറ്റി ഗ്രൂപ്പ്, പിന്നോക്കം നിൽക്കുന്ന ആ ഒരു ഗ്രൂപ്പ്. അപ്പൊ അത് അങ്ങനെയുള്ള ആൾക്കാരെ ചിലപ്പോ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോ ഒരു നമ്മുടെ കൾച്ചർ ആയിരിക്കില്ല, നമ്മുടെ ലാംഗ്വേജ് ആയിരിക്കില്ല, അവരെ ഡിഫറെന്റ് ആയിട്ടായിരിക്കും ഒരു ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. പിന്നീട് അവരുടെ കഴിവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവരെയും കൂടി അക്സെപ്റ്റ് ചെയ്യും. But as everyone collaborate with him more, they seems to forget the surface difference. നമ്മൾ അവരായിട്ട് കൊളാബറേറ്റ് ചെയ്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് തുടങ്ങും, നമുക്ക് ആ ഒരു ഡിഫറൻസിനെ കുറിച്ച് നമ്മൾ ബോധറേ ആയിരിക്കില്ല. Then they begins to observe his differing values, beliefs, and later on his personality difference. അപ്പൊ നമ്മൾ ചിലപ്പോ അവരോട് സംസാരിക്കുമ്പോൾ, അവരോട് പെരുമാറുമ്പോൾ നമ്മൾ പിന്നീടായിരിക്കും നമ്മളിപ്പോ കൊളീഗ്സിനെ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ മൈനോറിറ്റി ഡിഫറൻസും കാര്യങ്ങളും നോക്കിയിട്ടാണോ സെലക്ട് ചെയ്യുന്നത്? ഒരിക്കലല്ലോ. ആണോ?
അവർ വരുന്ന ബാക്ക്ഗ്രൗണ്ട് കാസ്റ്റ് ഒക്കെ നോക്കിയിട്ടാണോ നിങ്ങൾ ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുന്നത്? ഒരിക്കലും ഇല്ല, നമ്മൾ അങ്ങനെ ചെയ്യില്ല. നമ്മൾ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്പെഷ്യലാണ്. അപ്പൊ നമ്മൾ ആദ്യം ചിലപ്പോ അവരുടെ ആ ഒരു ഡിഫറൻസ് ആണെന്ന് വിചാരിച്ച് ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് ചിലപ്പോൾ നമ്മൾ അവോയ്ഡ് ചെയ്യും. പക്ഷേ പിന്നീട് എന്ത് ചെയ്യും, നമ്മൾ അവരായിട്ട് ഒരുമിച്ച് മിങ്കിൾ ചെയ്ത് എന്ത് ചെയ്യാൻ തുടങ്ങും, വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോഴായിരിക്കും നമുക്ക് അവരുടെ പേഴ്സണാലിറ്റി ഡിഫറൻസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്, ഒത്തിരി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒപ്പമാണ് നമ്മൾ വർക്ക് ചെയ്യുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ യങ്ങായിട്ടുള്ള ആളാണല്ലോ, ആദ്യം വരുമ്പോൾ അവർക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും വർക്ക് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ എന്ന് വെച്ചാൽ യങ്ങായിട്ടുള്ളവരുടെ പ്രശ്നം വെച്ചാൽ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും, പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യും. നമ്മളുടെ ആ ഒരു അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്രശ്നമാണ്, നമ്മൾ പെട്ടെന്ന് ഭയങ്കര സ്മാർട്ട് ആയിരിക്കും. പിന്നെ അതേപോലെ നമുക്ക് നല്ല രീതിയിൽ എന്താണ് നമ്മുടെ കമ്പ്യൂട്ടറും ഇന്റർനെറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ അറിയാം. അവർക്ക് അത്രയും പോരാ. അപ്പൊ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവരെക്കാൾ കുറച്ചും സ്മാർട്ട് നമ്മളായിരിക്കും. അപ്പൊ അവർക്ക് കുറച്ച് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ പിന്നീട് നമ്മളോടൊപ്പം വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ അവർ നമ്മളോട് കുറച്ചും കൂടി മിങ്കിൾ ആവുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാനായിട്ട് പറ്റും. കാരണം അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, നമ്മളെക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് അവർക്കുണ്ട്. ഏതൊരു കാര്യത്തിലായാലും നമ്മളെക്കാൾ മുതിർന്നവർക്ക്. നമ്മളും അത് അക്സെപ്റ്റ് ചെയ്യും, അവർ നമ്മളെയും അക്സെപ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്? നമ്മളുടെ പേഴ്സണാലിറ്റിയുടെ ഡൈവേഴ്സിറ്റീസിനെ കുറിച്ചാണ് പറഞ്ഞത്. രണ്ട് ഡൈവേഴ്സിറ്റീസ് ഞാൻ പറഞ്ഞു. ഒന്ന് സർഫസ് ലെവൽ ഡൈവേഴ്സിറ്റി, മറ്റൊന്ന് ഡീപ്പ് ലെവൽ ഡൈവേഴ്സിറ്റി ആണ്. സർഫസ് ലെവൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് കാണുമ്പോൾ അതിന്റെ പെരുമാറ്റത്തിലൂടെ നമുക്ക് ആ ഒരു മനസ്സിലാക്കാൻ സാധിക്കുന്ന ഡിഫറൻസിനെയാണ് സർഫസ് ലെവൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതായത് ജെൻഡർ, ഏജ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരാൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ. നമ്മൾ ഇന്റർവ്യൂവിന് ചെല്ലുന്ന സമയത്ത് നമ്മളോട് ക്വസ്റ്റ്യൻസ് മാത്രമല്ല ചോദിക്കുന്നത്, നമ്മുടെ ഈ ഒരു സർഫസ് ലെവൽ ഡൈവേഴ്സിറ്റി അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഒടിഞ്ഞ് ഇങ്ങനെ ഒരു പാവത്താനെ പോലെ ഇരിക്കുന്നതും നല്ല സ്മാർട്ട് ആയിട്ടിരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഇല്ലേ? നമ്മളപ്പോ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഭയങ്കര സ്മാർട്ട് ആയിട്ടിരിക്കണം. നമുക്ക് ഏജിനേക്കാൾ എന്താ പറയാ, ചില ജോബുകൾക്ക് ഏജ് കൂടുതൽ തോന്നിക്കുന്നത് നല്ലതാണ്, ചില ജോബുകൾക്ക് നമ്മൾ എങ്ങായിട്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ നമ്മൾ നല്ല എനർജറ്റിക് ആയിട്ടൊക്കെ നല്ല സ്മാർട്ട് ആയിട്ടൊക്കെ തന്നെ എന്ത് ചെയ്യാൻ നോക്കണം, ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യണം. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഒന്നും കൂടി ഒന്ന് ഡിഫറൻസ് ആയിട്ട് ഞാൻ പറയട്ടെ. അതായത് സർഫസ് ലെവലും ഡീപ്പ് ലെവല് ഒന്ന് ഡിഫറൻസ് പോലെ സിമ്പിൾ ആയിട്ട് പറയട്ടെ. സർഫസ് ലെവൽ എന്ന് പറയുമ്പോൾ അത് ഈസിലി വിസിബിൾ ആണ്, നമുക്ക് കണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഡീപ്പ് ലെവലിൽ മനസ്സിലാക്കാൻ പറ്റുമോ? നമ്മൾ ഒരാളുടെ നോട്ട് ആദ്യത്തെ ഫസ്റ്റ് ഇംപ്രഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല, നോട്ട് ഈസിലി വിസിബിൾ ആണ്. സർഫസ് ലെവല് ക്യാൻ ബി നോട്ടീസ്ഡ് ക്വിക്ലി, പെട്ടെന്ന് നോട്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഡീപ്പ് ലെവൽ എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ഗ്രാജുവലി, നമ്മൾ ആ ഒരു വ്യക്തിയായിട്ട് പെരുമാറുന്നതിലൂടെയും ആ വ്യക്തിയായിട്ട് കുറച്ച് മിങ്കിൾ ആവുന്നതിലൂടെ ഒക്കെയാണ് നമുക്ക് ഡീപ്പ് ലെവൽ ഡൈവേഴ്സിറ്റി മനസ്സിലാക്കുന്നത്. എക്സാമ്പിൾ എന്തൊക്കെയാണ് സർഫസ് ലെവലിന്? ഏജ്, ജെൻഡർ, റേസ്, ലാംഗ്വേജ്. ഡീപ്പ് ലെവലിന് എക്സാമ്പിൾ എന്താണ്? ആറ്റിറ്റ്യൂഡ്, വാല്യൂസ്, ബിലീഫ്സ്, പേഴ്സണാലിറ്റി. ഈസിലി ഐഡന്റിഫയബിൾ ആണ് ഏത്? സർഫസ് ലെവൽ ഡൈവേഴ്സിറ്റി. ഡിഫിക്കൽട്ട് ടു മെഷർ, നമുക്കത് മെഷർ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് പാടാണ്. ഇവന് പേഴ്സണാലിറ്റി ഗുഡ് ആണ്, ബാഡ് ആണെന്ന് പറയാം. പക്ഷെ അവന് പേഴ്സണാലിറ്റി 10% ഉണ്ട്, 50% ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയായിരിക്കും, പക്ഷെ എന്നാലും നമുക്ക് അങ്ങനെ കറക്റ്റ് മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. യൂഷ്വലി നാച്ചുറൽ ഡിഫിക്കൽട്ട് ടു ചേഞ്ച്, നമ്മുടെ സർഫസ് ലെവൽ ഡൈവേഴ്സിറ്റി ഡിഫിക്കൽട്ട് ആണ്, ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. ദെൻ ഡീപ്പ് ലെവൽ എന്ന് പറയുമ്പോൾ ടു അണ്ടർസ്റ്റാൻഡ് ത്രൂ എന്താണ് ഇന്ററാക്ഷനിലൂടെ നമുക്ക് ഡീപ്പ് ലെവൽ ഡൈവേഴ്സിറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കും. ഡീപ്പ് ലെവൽ ഡൈവേഴ്സിറ്റിയിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. നമ്മളുടെ ജീവിത സാഹചര്യങ്ങള്, നമ്മളുടെ ലൈഫ് എക്സ്പീരിയൻസ്, ഇതിലൂടെയൊക്കെ നമ്മുടെ ഡീപ്പ് ലെവൽ ഡൈവേഴ്സിറ്റിയിൽ ചേഞ്ചസ് വരും. ഓക്കെ, then may cause initial discrimination. ഇത് become more important people to know each other. അത് ഇനിഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഒക്കെ കാരണമാകും. കാരണം എന്താണ്, നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മുടെ അപ്പിയറൻസ് കാണുമ്പോൾ തന്നെ അവൻ ഏജ്ഡ് ആണ്, അതുകൊണ്ട് അവന് ആ ജോലി ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഇന്റർവ്യൂവർ മനസ്സിലാക്കും. പക്ഷെ ഡീപ്പ് ലെവൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ബിക്കം ഇമ്പോർട്ടന്റ് പീപ്പിൾ ടു നോ ഈച്ച് അതർ. നമ്മൾ ഒരു പരസ്പര കോണ്ടാക്ടിലൂടെ മാത്രമൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ഡീപ്പ് ലെവൽ ഡൈവേഴ്സിറ്റി മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. സർഫസ് എന്ന് പറയുന്നത് ഔട്ട്സൈഡ് എന്നുള്ളൊരു മീനിങ് ആണ്, അല്ലെ, പുറത്തുള്ളതാണ് സർഫസ്. സർഫസ് എന്ന് പറയുന്നത് നമ്മുടെ
എന്താ പറയാ ബാഹ്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് സർഫസ് എന്ന് പറയുന്നത്. ദെൻ ഡീപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, ഉള്ളില് ഇൻസൈഡ് ആണ്. നമ്മളെ പേഴ്സണാലിറ്റിക്ക് ഇൻസൈഡ് ആണ് അല്ലെ. നമ്മളോട് ക്ലോസർ ആയിട്ടുള്ള ആൾക്കാരോട് മാത്രമായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഒറിജിനൽ അല്ലെങ്കിൽ റിയൽ പേഴ്സണാലിറ്റി എടുക്കുന്നത് അല്ലെ. ഞാൻ അങ്ങനെയുണ്ടോ, എന്നോട് ഭയങ്കര അടുപ്പമുള്ളവരോട് മാത്രമായിരിക്കും ഞാൻ നമുക്ക് സ്വാതന്ത്ര്യം എടുക്കാനും നമുക്ക് അങ്ങനെ പെരുമാറാനൊക്കെ സാധിക്കുന്നത്. അപ്പൊ മനസ്സിലായോ സർഫസ് ലെവൽ ഡൈവേഴ്സിറ്റിനെ കുറിച്ചിട്ടും ഡീപ്പ് ലെവൽ ഡൈവേഴ്സിറ്റിനെ കുറിച്ചിട്ടും. ഇനി നമ്മൾ നോക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡിസ്ക്രിമിനേഷൻ. ഫേസ് ചെയ്തിട്ടുണ്ടോ? ഡിസ്ക്രിമിനേഷൻ കേട്ടിട്ടില്ല? വിവേചനം ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് ഫേസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഡിസ്ക്രിമിനേഷൻ. ഞാൻ ശരിക്കും M.Com കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം അക്കൗണ്ട്സ് ഫീൽഡ് ആയിരുന്നു. മാരേജിനൊക്കെ മുമ്പ് അക്കൗണ്ട്സ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, അക്കൗണ്ട്സിലായിരുന്നു. സോ ഈ മാരേജിനൊക്കെ മുമ്പ് നമ്മൾ പഠിച്ചിറങ്ങി അത് കഴിഞ്ഞപ്പോൾ നമ്മൾ M.Com കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മൾ ആലോചിക്കുക എന്താണ്, ഓക്കെ നമ്മള് മേ ബി ഒന്നല്ലെങ്കിൽ BEd എടുക്കണം, അതിന് അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ അക്കൗണ്ട്സിലേക്ക് പോകും. ആ ഒരു മൈൻഡാണ് എല്ലാവർക്കും അല്ലെ. അങ്ങനെയാണ്. അപ്പൊ ഞാനും അക്കൗണ്ട്സ് ആണ് പ്രിഫർ ചെയ്തത്. BEd അന്ന് എടുക്കാനായിട്ട് ആ ഒരു ഇതുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അക്കൗണ്ട്സ് ഫീൽഡ് ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കാരണം നമ്മൾ സാലറി പാക്കേജും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് അക്കൗണ്ട്സ് ഫീൽഡ് ആണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സാലറി. ശരിയാണ്, നല്ല രീതിയിലുള്ള സാലറിയും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ മാരേജ് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ദൂരമുണ്ട്. ഞാൻ പോരുന്നത് കളമശ്ശേരിയിലാണ്, മുനിസിപ്പാലിറ്റിയിലാണ്, അക്കൗണ്ട് സെക്ഷനിലാണ് പോരുന്നത്. സോ അതെനിക്ക് കണ്ടിന്യൂ ചെയ്യായിരുന്നു. മാരേജിന്റെ ആ ടൈമിലൊന്ന് കുറച്ച് ലീവ് എടുത്താലും കണ്ടിന്യൂ ചെയ്യാറുണ്ട്. പക്ഷെ മാരേജ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ റിസൈൻ ഇട്ടു. അത് കഴിഞ്ഞ് കോൺട്രാക്ട് ബേസ് ആയിരുന്നു. നമുക്ക് വേണമെങ്കിൽ കോൺട്രാക്ട് നീട്ടാനായിട്ട് സാധിക്കുമായിരുന്നു. ഞാൻ വേണ്ട കുഴപ്പമില്ല, നമ്മള് ഇനി കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അടുത്ത് എന്തെങ്കിലും ജോലി നോക്കാം എന്നുള്ളൊരു മൈൻഡിൽ ഞാൻ അങ്ങനെ വിചാരിച്ചു. കാരണം ദൂരമുണ്ട്, പോയി വരുമ്പോൾ തന്നെ ലേറ്റ് ആവും. പക്ഷെ ഒത്തിരി ലേറ്റ് ആവും. നമ്മള് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഒരു 7:30 എടുക്കും. പിന്നെ നമ്മൾ കല്യാണം കഴിച്ച് പോകുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് അവർക്ക് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ നിന്നും പറഞ്ഞു, ഓക്കെ നീ നോക്ക്, വേറെ എന്തെങ്കിലും ജോലി നോക്കുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ ജോലിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്തത്. അപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്റർവ്യൂവിന് പോകും, നമ്മളുടെ എക്സ്പീരിയൻസ് ഉണ്ട്, ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഓക്കെയാണ്. ഞാൻ പറയുന്നത് ഒരു എത്ര കൊല്ലം മുമ്പത്തെ കാര്യമാണ്, 2018 നടക്കുന്ന സംഭവമാണ് ഞാൻ പറയണേ. അപ്പോ ഞാൻ ഇന്റർവ്യൂവിന് പോകും, ക്വാളിഫിക്കേഷൻ ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, ഓക്കെ. അവർ പറയും, എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷനിലും എക്സ്പീരിയൻസിലും ഒക്കെ സാറ്റിസ്ഫൈഡ് ആണ്, പക്ഷേ ഈ ജോലി നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തുകൊണ്ടത്, എനിക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട്, എക്സ്പീരിയൻസും ഉണ്ട്, പിന്നെ എന്തുകൊണ്ട് എനിക്ക് ആ ജോലി തരാൻ പറ്റില്ല എന്ന് പറയുന്നു. വി പ്രിഫർ മോർ എന്നുവെച്ചാൽ മെയിൽ കാൻഡിഡേറ്റ്സിനെയാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം നിങ്ങളിപ്പോ മാരേജ് കഴിഞ്ഞിരിക്കുകയാണ്, യങ്ങാണ്, അപ്പൊ കുട്ടികളൊക്കെ ആയി കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി കൂടും. സോ ലീവുകളും കാര്യങ്ങളും കൂടുതലായിരിക്കും, ആബ്സെൻസും കൂടുതലായിരിക്കും. അത് ഞങ്ങളുടെ ഓർഗനൈസേഷന്റെ വർക്കിനെ ഡയറക്ട്ലി അഫക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ശരിക്കും നമ്മളോട് അങ്ങനെ ഒരാൾ പറയുമ്പോൾ നമ്മൾ ഫീൽ ചെയ്യുന്ന ഡിസ്ക്രിമിനേഷൻ ഉണ്ടല്ലോ, എക്സ്ട്രീം ആണ്. എന്നുവെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. കാരണം ഇപ്പോഴും ഞാനത് മറക്കാതെ ഇങ്ങനെ ഓർത്ത് വെക്കുന്നുണ്ട്. കാരണം എന്താണ്, നമ്മളത് ആദ്യമായിട്ട് എന്റെ ലൈഫിൽ ഞാൻ ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്നത്. അപ്പം എന്താ പറയാ, നമ്മള് സ്ത്രീകളാണ്, പെൺകുട്ടികളാണ്, അല്ലെങ്കിൽ ആൺകുട്ടികൾ അവർ പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്നാൽ അവർക്ക് ആ ഒരു ഇന്റർവ്യൂവിന്റെ സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ജോബ് ആപ്ലിക്കേഷൻ സമയത്ത് അവർക്ക് അവിടെ മെയിൽ കാൻഡിഡേറ്റ്സ് പ്രിഫർ എന്ന് കൊടുത്താൽ മതി. പക്ഷെ എന്ത് ചെയ്തു, അവരങ്ങനെ ഒന്നും ചെയ്തില്ല. പക്ഷെ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തു. അതിനുശേഷം 2 പേര് സെലക്ട് ആയി. ഞാനും എന്നെക്കാളും എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും കുറവാണ്. എന്നിട്ട് ആ ആൺകുട്ടിക്കാണ് അവർ ജോലി കൊടുത്തത്. സോ പിന്നെ എനിക്ക് അങ്ങോട്ട് അധികം ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ, അക്കൗണ്ട്സ് നോക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. കാരണം ഇങ്ങനെ തുറന്നു പറഞ്ഞല്ലോ, മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ജോലി നോക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരു താല്പര്യക്കുറവുണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, പിന്നെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നി ടീച്ചിങ് നല്ലതായിരിക്കും. കാരണം എന്താണ്, ടീച്ചിങ്ങിലേക്ക് ഈ ഡിസ്ക്രിമിനേഷൻ വരുന്നില്ല അല്ലെ. അധികം ഡിസ്ക്രിമിനേഷൻ ഇല്ല. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ക്ലാസ് എടുക്കുന്ന എല്ലാ ടീച്ചേഴ്സും എങ്ങനെയാണ്, സ്ത്രീകൾ തന്നെയാണ്. അപ്പൊ എനിക്ക് തോന്നി ഇത് നമുക്ക് കുഴപ്പമില്ലാത്തൊരു ഫീൽഡ് അല്ലേ. ഡിസ്ക്രിമിനേഷൻ കുറവുള്ള ഒരു ഫീൽഡാണ് ടീച്ചിങ്ങും നേഴ്സിങ്ങും. ഈ 2 ഫീൽഡും എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഈ 2 ഫീൽഡിലേക്കും ആരാണ് പുരുഷന്മാരുടെ ആ ഒരു കടന്നുകയറ്റം കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ടീച്ചിങ് എന്ന് പറയുന്ന ഫീൽഡ് സെലക്ട് ചെയ്യാം. അപ്പൊ ഞാൻ കുറച്ച് വർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഈ ഒരു ഫീൽഡിലേക്ക് കുറച്ച് ബ്രേക്ക് ഉണ്ട് കേട്ടോ അവിടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ടീച്ചിങ്ങിലേക്ക് തന്നെ വന്നു. സോ ഇതെനിക്കിപ്പോ അത്യാവശ്യം നല്ല ഒരു ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോ
അത് ഒരു ഡിസ്ക്രിമിനേഷൻ ഞാൻ ഫേസ് ചെയ്തതാണ്. ഇനി നിങ്ങൾ ജോലിക്ക് പോകുന്ന സമയത്ത് നിങ്ങളും ഇതേപോലുള്ള ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യും. അപ്പൊ നിങ്ങൾ അത് പോസിറ്റീവായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത് പോസിറ്റീവായിട്ട് എടുത്തിട്ട് അടുത്ത ഇന്റർവ്യൂവിന് പോകണം, വീണ്ടും ഇന്റർവ്യൂവിന് പോകണം, ഇന്റർവ്യൂവിന് പോയിക്കൊണ്ടേയിരിക്കണം. ഓക്കെ, ജോലി കിട്ടുന്നത് വരെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ജോലി കിട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം, ഇന്റർവ്യൂവിന് പോകണം. പോവില്ലേ? എന്റെ വീട്ടിലൊക്കെ പോണം കേട്ടോ. നമ്മള് ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഇന്റർവ്യൂവിന് പോയിട്ട് ഫസ്റ്റ് കിട്ടിയ ജോലിയല്ല ഇത്. ഞാൻ പറയില്ലേ, ഒരുപാട് ഇന്റർവ്യൂസിന് പോയിട്ടുണ്ട്. അതില് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയ ഒരു ജോബ് വെച്ചാല് നമുക്ക് രണ്ട് എംപ്ലോയർക്കും അതേപോലെ എംപ്ലോയിക്കും സാറ്റിസ്ഫൈഡ് ആവേണ്ട ഒരു ജോബാണല്ലോ. അങ്ങനെ കിട്ടിയൊരു ജോബാണിത്. എനിക്ക് ഈ ഒരു ടൈമും ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ മാനേജ്മെന്റ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് കാര്യമാണ്. കാരണം ഇപ്പൊ ഞങ്ങളുടെ HR മാനേജർ എന്ന് പറഞ്ഞാല് അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഇപ്പൊ എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് വരുമ്പോൾ നമുക്ക് HR മാനേജർ ഇല്ല, അവിടെ അഡ്മിനിസ്ട്രേറ്റർ ആണ് ഉള്ളത്. ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയോ നിങ്ങൾക്ക്? കോഴ്സ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്കൊന്ന് അറിഞ്ഞൂടെ മിസ്സേ എന്നാണ് അവസ്ഥ. ഓക്കെ, മാനേജിംഗ് ഡയറക്ടേഴ്സിന് ആരെങ്കിലും അറിയോ? അറിഞ്ഞൂടാ. ഓക്കെ, മാനേജിംഗ് ഡയറക്ടേഴ്സ് രണ്ടുപേരാണ്. ഒന്ന് ജയദേവ് സാറും മറ്റൊന്ന് ഷിൻഡ സാറും ആണ്. അഡ്മിനിസ്ട്രേറ്റർ പ്രസീത മാം ആണ്. പ്രസീത മാം നമുക്കൊരു ഫീലാണ്, നമുക്ക് എപ്പോഴും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ ഒപ്പം നിൽക്കും, നമ്മുടെ ഒപ്പം അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരാളുണ്ട്, ഒരു ലീഡർ എന്ന് നമുക്ക് തോന്നും. അതേപോലെയാണ്, നല്ലൊരു ഫീലാണ്. നമുക്ക് ആ ഡിസ്ക്രിമിനേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് എന്താണ് ഈ ഡിസ്ക്രിമിനേഷൻ എന്ന് പഠിക്കാം. നമുക്ക് അതിലേക്കാണ് വരുന്നത് അല്ലേ. ഞാൻ എന്റെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഡിസ്ക്രിമിനേഷനെ കുറിച്ച് പറഞ്ഞില്ല. ഓക്കെ, നമുക്ക് നോക്കാം ഡിസ്ക്രിമിനേഷൻ എന്താണ്. ഡിസ്ക്രിമിനേഷൻ മീൻസ് treating a person unfairly or differently because of characteristics such as gender, age, race, കൾച്ചർ, റിലീജിയൻ, ഡിസബിലിറ്റി. ഇതിന്റെ ബേസിൽ നമ്മൾ ഒരു കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യുന്നു, അൺഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു, ഡിഫറെന്റ്ലി ട്രീറ്റ് ചെയ്യുന്നു. ഇതാണ് എന്ത് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. മേ ബി ഏജിന്റെ ബേസിൽ ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്ന കുറെ പേരുണ്ടാവും. ഏജ് ഗ്യാപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർ പറയും, ഓ ഒത്തിരി ഏജ് ഗ്യാപ്പ് ആയല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യും, ജോബ് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞാലേ നമ്മളോട് ഭയങ്കര ഡിസ്ക്രിമിനേഷൻ കാണിക്കും, ഏജ് ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. നമ്മളൊക്കെ പറയണം, നമ്മൾ നല്ല ബോൾഡ് ആയിട്ട് പറയണം, ഏജ് ഗ്യാപ്പിന് കാരണം ഇന്നതാണ്. പേഴ്സണലി എനിക്ക് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ ഞാൻ അത് ഓവർകം ചെയ്തു. ഞാൻ എന്റെ കരിയറിലേക്ക് എന്ത് ചെയ്യാണ്, റീ എൻട്രി കൊടുക്കാനായിട്ട് പോവാണ്. അതുകൊണ്ട് എനിക്ക് ഏജ് ഗ്യാപ്പ് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. നിങ്ങളത് കോൺഫിഡന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം, നിങ്ങളുടേതായ രീതിയിൽ അത് എന്ത് ചെയ്യണം, ഹാൻഡിൽ ചെയ്യണം. പിന്നെ നമ്മുടെ റേസിനെ കുറിച്ച്, നമ്മുടെ കൾച്ചറിനെ കുറിച്ച്, നമ്മുടെ റിലീജിയനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ബിലീവ് ചെയ്യുന്നത് ഇന്നൊരു റിലീജിയനാണ്, ഇന്നൊരു കൾച്ചറാണ്. സോ ഞാൻ എന്റെ റിലീജിയനിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ മറ്റു റിലീജിയനും എനിക്ക് ഞാൻ റെസ്പെക്ട്ഫുൾ ആണ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു രീതിയിൽ ഹാൻഡിൽ ചെയ്യാം. പിന്നെ നമുക്ക് എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതും നമ്മള് അവര് എന്താണ് ഡിസ്ക്രിമിനേഷന് കാരണമാവാറുണ്ട്. സോ ആ ഡിസബിലിറ്റി നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഡൈവേഴ്സിറ്റി ഡെവലപ്പ് ആൻ ഓപ്പർച്യൂണിറ്റി ഓഫ് ആൻ ഓർഗനൈസേഷൻ. And thus diversity management also means the effort to eliminate unfair discrimination. ഈ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് എന്താണ്, വൈവിധ്യം അല്ലെ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഇന്നും ചില ആൾക്കാർക്ക് ഈ ഡൈവേഴ്സിറ്റിനെ കുറിച്ചിട്ട് ഒന്നും അറിയാത്ത ആൾക്കാരുണ്ട്. സോ അപ്പൊ അവര് ഈ ഒരു എന്താ പറയുക, ഡിസ്ക്രിമിനേഷനും കാര്യങ്ങളൊക്കെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് നമ്മളുടെ ഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട് എന്നാ പറയുന്നത് കേട്ടോ. നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. സോ ഡിസ്ക്രിമിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, എങ്ങനെയാണ് നമ്മൾ ഡിഫറൻസ് ആർ നോട്ട് ഓൾവേസ്ലി ബാഡ്. നമ്മുടെ ഡിഫറൻസ് എപ്പോഴും അത് ബാഡ് ആണോ? എല്ലാ ഡിഫറൻസും കുറച്ച് അല്ല, നമ്മുടെ ഡിഫറൻസ് നമ്മളെ സംബന്ധിച്ച് ബാഡ് അല്ല. അത് കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. എ പേഴ്സൺസ് ഡിഫറൻസ് മേ സംടൈം ബി യൂസ്ഫുൾ ടു ദ ഓർഗനൈസേഷൻ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പേഴ്സന്റെ ആ ഒരു ഡിഫറൻസ് നമ്മുടെ ഓർഗനൈസേഷൻ ചിലപ്പോൾ നമുക്ക് ബെനിഫിഷ്യൽ ആവാറുണ്ട്. അപ്പൊ നമ്മുടെ HR മാനേജർ എന്ത് ചെയ്യണം, ആ പേഴ്സൺ ഡിഫറെന്റ് ആണ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെ മാറ്റി നിർത്തല്ല വേണ്ടത്, അത് കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കണം. ആ ഡൈവേഴ്സിറ്റിയും ആ ഡിഫറൻസും കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്തിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ആർക്ക് സാധിക്കണം, മാനേജർക്ക് സാധിക്കണം. A person, okay, pardon. Then 1 minute. Managers should focus on individual qualification abilities and not
എന്താണ് സ്റ്റീറിയോ ടൈപ്പ്. നമ്മൾ മാനേജ്മെന്റ് ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്, അവരുടെ ക്വാളിഫിക്കേഷനും എബിലിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുക, നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാനായിട്ട് നോക്കുക. അല്ലാതെ അവരുടെ ആ ഒരു വേർതിരിവ് അല്ലെങ്കിൽ വൈവിധ്യം കാര്യങ്ങളും അല്ലെങ്കിൽ എന്താ പറയാ ഡിഫറൻസും കാര്യങ്ങളെയും ഫോക്കസ് ചെയ്തത് എന്താണ് കുറ്റങ്ങൾ കണ്ടുപിടിക്കാനല്ല ശ്രമിക്കേണ്ടത് മാനേജ്മെന്റ് കേട്ടോ. ഡിസ്ക്രിമിനേഷൻ മേ occurs with when people judge an entire group based on the behavior of some members of that group. ഇപ്പൊ നമ്മള് കുട്ടികളെ കുറിച്ച് പറയാറുണ്ട് അല്ലെ, യങ് ജനറേഷനിലെ കുട്ടികള് ആൽഫ അല്ലെ, ആൽഫ ജെൻ ആൽഫ അതല്ലേ യങ് ജനറേഷനെ പറയണ പേര്. ഓക്കെ, ജെൻ ആൽഫനെ പറയും. അവര് മൊബൈൽ ഫോൺ കൊണ്ട് ജനിച്ച കുട്ടികളാണ്. നമ്മൾ എന്താ പറയണേ, മില്ലേഴ്സ് അല്ലെങ്കിൽ ജെൻസി പിള്ളേർ എന്ന് പറയണേണ്. അവര് മൊബൈൽ ഫോൺ കൊണ്ട് ജനിച്ച പിള്ളേരാണ്. എന്തിനാ അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അവരുടെ ഒരു ഗ്രൂപ്പിൽ കുറച്ച് ആൾക്കാരെ മാത്രം സ്വഭാവം എടുത്തിട്ട് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെ മാത്രം എടുത്തിട്ട് അവരുടെ ക്യാരക്ടർ അങ്ങോട്ട് ഗസ് ചെയ്യും. അല്ലെങ്കിൽ ജെൻസി പിള്ളേരെ കമന്റ് ചെയ്യാറില്ലേ, അല്ലെ മില്ലേഴ്സ് ഒക്കെ കമന്റ് ചെയ്യും. പക്ഷെ എന്താ പറയാ, നമ്മള് മില്ലേഴ്സ് ഉണ്ടല്ലോ, മില്ലേഴ്സിന് അത്യാവശ്യം നല്ല ക്വാളിറ്റീസ് ഉണ്ട് കേട്ടോ. ലാസ്റ്റ് ജനറേഷൻ ആണ്, മൊബൈൽ ഫോൺ ഒന്നും ഇല്ലാത്തൊരു നല്ലൊരു ജനറേഷൻ ആണ്. അവർക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. എന്നാലും ഇങ്ങനെ നമ്മളിങ്ങനെ കമന്റ് പറയും, ആ ചില ആൾക്കാരെ മാത്രം ബിഹേവിയർ എടുത്ത്. ഇപ്പൊ ഒരു കുട്ടി മുതിർന്നവരെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ ആ ജനറേഷനെ മൊത്തമായിട്ട് പറയും, ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരൊക്കെ ഇങ്ങനെയാണ്, മുതിർന്നവരെ അങ്ങോട്ട് ബഹുമാനിക്കുന്നില്ല എന്നൊക്കെ പറയും കാരണന്മാര് ഇല്ലേ. അപ്പം അത് എല്ലാവരും ഒരുമിച്ചാ പറയുന്നത് അല്ലെ, ജഡ്ജ് ചെയ്യും. ചില ആൾക്കാരെ മാത്രം ബിഹേവിയർ നോക്കിയിട്ട് അല്ലെങ്കിൽ ചില ഏരിയയിൽ നിന്ന് വരുന്ന ആൾക്കാരെ അവര് ഡിസ്ക്രിമിനേറ്റ് ചെയ്യും. ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്, നിങ്ങൾ അത് ഫീൽ ചെയ്യില്ലേ. ഇപ്പൊ കൊച്ചിയിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കരമായിട്ട് കൊള്ളില്ല എന്നുള്ള രീതിയിൽ അങ്ങോട്ട് പറയും. അല്ലെങ്കിൽ ഇപ്പൊ ബോംബെ എന്നൊക്കെ പറയുമ്പോ തന്നെ അവിടെയൊക്കെ ഭയങ്കര ഇതല്ലേ, എന്താണ് ടെററിസം അത് ഇതൊക്കെ അല്ലേ എന്നൊക്കെ പറയും. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഏരിയനെ മാത്രമായിട്ട് ഫോക്കസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, ഡിസ്ക്രിമിനേഷൻ കാണിക്കും. അത് പല ടൈപ്പ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട് കേട്ടോ. ഡിസ്ക്രിമിനേഷൻ ക്യാൻ ഹാപ്പൻസ് ഡ്യൂറിങ് സംടൈംസ് റിക്രൂട്ട്മെന്റിന്റെ സമയത്ത്, പ്രൊമോഷന്റെ സമയത്ത്, ജോബ് അസസ്മെന്റിന്റെ സമയത്ത്, ട്രെയിനിങ്ങിന്റെ സമയത്ത്, അതർ വർക്ക് പ്ലേസ് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന സമയത്തും എന്ത് സംഭവിക്കുന്നുണ്ട്, അവിടെയൊക്കെ ഈ ഒരു ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോ നമ്മള് ചില ഓർഗനൈസേഷൻ, ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്, നമ്മളിപ്പോ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്, സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ +1 +2 കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലാണ് ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കും. ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നേക്കാൾ എക്സ്പീരിയൻസ് കുറവുള്ള ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ഞാൻ ആ ഒരു സ്കൂളിന്റെ എന്താണ് റിലീജിയനിൽ പെട്ട ഒരാളല്ല, ഞാൻ വേറൊരു റിലീജിയനിലാണ്. ബട്ട് എന്നേക്കാൾ എക്സ്പീരിയൻസ് കുറവുള്ള ഒരാള് ഉണ്ടായിരുന്നു. ന്യൂ ജോയിനിയാണ്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ഒരു പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റി വന്നു. ബട്ട് എനിക്ക് ആ ഒരു പ്രൊമോഷൻ തരാതെ ആ ജൂനിയർക്കാണ് അവർ കൊടുത്തത്. അതെന്തുകൊണ്ടാണ്? ബിലോങ്സ് ടു ദെയർ കാസ്റ്റ്. അവരുടെ കാസ്റ്റ് അത് ബിലോങ്സ് ആണ് അല്ലെ, അവരുടെ കാസ്റ്റ് ആണ് ആ കുട്ടി. അതുകൊണ്ട് അവർക്കാണ് ആ ഒരു കൊടുത്തത്, പ്രൊമോഷൻ കൊടുത്തത്. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ഡിസ്ക്രിമിനേഷൻ നമ്മുടെ ജോലി സ്ഥലത്ത് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മളത് ഓവർകം ചെയ്ത് മുന്നോട്ട് പോവാണ് വേണ്ടത്. അപ്പൊ റിക്രൂട്ട്മെന്റ് സമയത്ത്, പ്രൊമോഷൻ സമയത്തൊക്കെ എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് മനസ്സിലായോ, ഡിസ്ക്രിമിനേഷൻ. അതേപോലെ നമ്മൾ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോ ഒരു കമ്പനി ആവട്ടെ, അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ ഓണർ ഏത് കാസ്റ്റിലാണോ ആ കാസ്റ്റിലുള്ളവരെ മാത്രം റിക്രൂട്ട് ചെയ്യുന്നത് കേട്ടിട്ടുണ്ടോ? ഇനി ഉണ്ട് കേട്ടോ, ഡിസ്ക്രിമിനേഷൻ പറയുന്നോണ്ട് ഇങ്ങനെ പറയേണ്ടതായിട്ട് വരുന്നതാണേ. കേട്ടിട്ടുണ്ടോ? ഇപ്പൊ നമ്മൾ കമ്പനി ഇന്ന കാസ്റ്റ് ബിലോങ്സ് ആണെങ്കിൽ അവിടെയുള്ള ഭൂരിഭാഗം സ്റ്റാഫുകളും പ്രത്യേകിച്ച് ഹൈ പേയിങ് ആയിട്ടുള്ള ജോബൊക്കെ ചെയ്യുന്നത് അവരുടെ കാസ്റ്റിൽ നിന്നുള്ള ആൾക്കാരായിരിക്കും. അങ്ങനെയുണ്ട് ഡിസ്ക്രിമിനേഷൻ കേട്ടോ. ദെൻ ട്രെയിനിങ്, മറ്റൊരു ഡിസിഷൻ മേക്കേഴ്സിന്റെ ഒക്കെ ഈ ഒരു ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യാറുണ്ട്. ക്വാളിഫിക്കേഷന്റെ ബേസിൽ ഡിസ്ക്രിമിനേഷൻ വരാറുണ്ട്. മേ ബി ഇപ്പോ ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു, PG ഉള്ളവർക്ക് കുറച്ചും കൂടി ബെറ്റർ കരിയർ ഓപ്പർച്യൂണിറ്റി കിട്ടും. ഡിപ്ലോമേനേക്കാൾ കുറച്ചും കൂടി എന്താണ് കരിയർ ഓപ്പർച്യൂണിറ്റി ഏതൊരു കോഴ്സിനുണ്ട്, PGക്ക് ഉണ്ട് ഇല്ലേ? അതുകൊണ്ടല്ലേ നിങ്ങൾ ജോയിൻ ചെയ്തത്. ഡിപ്ലോമ മാത്രമായിട്ട് പോകുമ്പോൾ നമുക്ക് ജോബ് കിട്ടുന്നേക്കാൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് PG കഴിഞ്ഞ് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെയാണ് ഡിഗ്രി ഉള്ളപ്പോ ഡിഗ്രിക്കാർക്ക് എന്താ പറയാ, ഡിഗ്രിക്കാരും PGക്കാരും നമ്മൾ കമ്പയർ ചെയ്യാറുണ്ട്. ഡിഗ്രി മാത്രമുള്ളെങ്കിൽ ഡിഗ്രി മാത്രമേ ഉള്ളൂ, അഡീഷണൽ സ്കിൽസ് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യാറുണ്ട്. അപ്പോ ഈ ഡിസ്ക്രിമിനേഷൻ ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് ആണ്. ഈ
നമ്മുടെ വൈവിധ്യം നല്ല രീതിയിൽ നമ്മുടെ ഓരോ വ്യക്തിയിലുള്ള ഈ ക്യാരക്ടറും വൈവിധ്യവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ അൺഫെയർ ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അൺഫെയർ ഡിസ്ക്രിമിനേഷൻ ക്യാൻ റെഡ്യൂസ് പ്രൊഡക്ടിവിറ്റി ആൻഡ് എംപ്ലോയീസ് മോറൽ. അൺഫെയർ ഡിസ്ക്രിമിനേഷൻ നമ്മൾ കാണിക്കുകയാണെങ്കിൽ, ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എനിക്കൊരു ജോബിന്റെ കാര്യത്തിൽ ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്നത് വന്നു എന്ന്, അതെന്റെ വർക്കിനെ അഫക്ട് ചെയ്യൂലേ? ഡെഫിനറ്റ്ലി അഫക്ട് ചെയ്യും. കാരണം ഞാൻ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് എനിക്ക് പ്രൊമോഷൻ കിട്ടാണ്ട് മറ്റൊരാൾക്ക്, അതും നമ്മള് ആ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ കണക്കാക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് കിട്ടേണ്ട പ്രൊമോഷനാണ് മറ്റൊരാൾക്ക് കൊടുക്കുന്ന സമയത്ത് എന്തായാലും നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ വർക്കിനെ അത് ഡയറക്റ്റ്ലി അഫക്ട് ചെയ്യും. അല്ലെ, നമ്മുടെ പ്രൊഡക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ അത് അഫക്ട് ചെയ്യും. എംപ്ലോയിയുടെ ആ ഒരു മോറല്, നമ്മൾ ആ ഒരു സ്ഥാപനത്തിനോടുള്ള താല്പര്യം കാര്യങ്ങളൊക്കെ കുറയില്ലേ? കുറയും. അങ്ങനെയാണ്. It can also increase employees turnover and create workplace dispute. Employees turnover create ചെയ്യാനായിട്ട് കാരണമാവും. നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ വ്യക്തികൾ നല്ല വാല്യുബിൾ ആയിട്ടുള്ള നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു പ്രൊമോഷൻ കൊടുത്തിരുന്നെങ്കിൽ, ആ ഡിസ്ക്രിമിനേഷൻ കാണിക്കാതെ കൊടുത്തിരുന്നെങ്കിൽ എന്താണ്, അവർ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ നിൽക്കും. എങ്ങാനും ഡിസ്ക്രിമിനേഷൻ അവർ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സ്ഥാപനത്തിൽ നിന്ന് പോരില്ലേ? നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? ജോബ് കിട്ടുകയും, അല്ലെ? അത്രേ ഉള്ളൂ. സോ if the manager thinks that, ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്, ഡിസ്ക്രിമിനേഷൻ ഒരു എക്സാമ്പിൾ പറയാണ്. if the manager thinks that older employee cannot be learn new technology. ഓൾഡർ ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടല്ലോ, നമ്മളുടെ എന്താ പറയുന്നത് ഏജ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസ്, അവര് ന്യൂ ടെക്നോളജി അവർക്ക് അറിയില്ല എന്നൊരു ഡിസ്ക്രിമിനേഷൻ കാണിക്കാറുണ്ട്. യങ്ങർ വൺസ് ആണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് അവർ കാര്യങ്ങൾ ചെയ്യും. ആൻഡ് therefore refuse to hire or promote the old എന്താ പറയാ ഓൾഡർ ക്വാളിഫൈഡ് എംപ്ലോയി. ഇപ്പൊ കാണുന്ന ഒരു പ്രശ്നമാണ്, എയുടെ ഒക്കെ വരവോട് കൂടി കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന എംപ്ലോയീസിനെയാണ് റിക്രൂട്ട് ചെയ്യുന്നത്. പക്ഷെ എന്താ പറയാ ഓൾഡർ വൺസിനെ അവർ എന്ത് ചെയ്യുന്നില്ല, റിക്രൂട്ട് ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കുന്നില്ല. ദിസ് ആൻ എക്സാമ്പിൾ ബേസ്ഡ് ഓൺ ദ ഡിസ്ക്രിമിനേഷൻ ഓൺ എന്താണ് സ്റ്റീരിയോ ടൈപ്പ്. നമ്മുടെ ഊഹങ്ങളാണ് സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. ആ മാനേജറിന്റെ ഊഹമാണ്, ഓൾഡർ ആയിട്ടുള്ള ആൾക്കാര് വർക്ക് ചെയ്യില്ല, അവര് വളരെ എന്താണ് വീക്കാണ് എന്നുള്ളൊരു മൈൻഡാണ് മാനേജർക്ക്. പക്ഷെ എന്റെ അഭിപ്രായത്തിലാണെങ്കിൽ ഓൾഡർ വൺസ് എന്ന് പറഞ്ഞാല് എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് അവരുടെ വർക്ക് ക്വാളിറ്റിയിൽ അത് ഇൻക്രീസ് ചെയ്യും. അവർ അപ്ഡേറ്റ് ചെയ്തെടുത്താൽ മതി, നമുക്ക് നല്ല ഷാർപ്പായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു റീല് കണ്ടതാണ്, ഒരു ഇംഗ്ലീഷ് ഫിലിം ആണോ അറിയില്ല, ഒരു റീല് കണ്ടതാണ് കേട്ടോ. റീലാണ് ഒരു നമ്മളിങ്ങനെ ഇൻസ്റ്റയും ഫേസ്ബുക്ക് ഒക്കെ ഇങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് കണ്ടൊരു റീലാണ് നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നി. അപ്പൊ ആദ്യം ഒരാൾ എന്താണ് ഇന്റർവ്യൂ ചെയ്യാണ്. അപ്പൊ ആദ്യം ഇന്റർവ്യൂ ചെയ്യുന്ന ഒരാൾ സെക്രട്ടറി പോസ്റ്റിലേക്ക് വേണ്ടിയിട്ടാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പൊ 25 ഇയേഴ്സ് ഉള്ളു, നല്ല യങ് ആയിട്ടുള്ള, നല്ല സ്മാർട്ട് ആയിട്ടുള്ള, നല്ല കാണാനും നല്ല ലുക്ക് ഒക്കെ ആയിട്ടുള്ള ഒരു ലേഡീനെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. ഇന്റർവ്യൂ ചെയ്തു, ഓക്കെ, അവരെ പറഞ്ഞു വിട്ടു. നെക്സ്റ്റ് ഒരു അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള, ഒരു കുറച്ച് കേളി ഹെയർ ഒക്കെ ഉള്ള, കുറച്ച് ഏജ്ഡ് ആയിട്ട് വൈറ്റ് ഹെയർസ് ഒക്കെ വന്നിട്ടുള്ള ഒരു ലേഡീനെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. മേ ബി 50 ഇയേഴ്സ് കണ്ടാൽ തോന്നും, ഒരു 50 വയസ്സിനോട് അടുക്കുന്ന ഒരു പ്രായമാണ്. സോ അദ്ദേഹം ക്യാബിനിലേക്ക് വിളിച്ചു. ആദ്യം പറഞ്ഞ ഡയലോഗ്, യു ആർ അപ്പോയിന്റഡ്, യു ക്യാൻ സ്റ്റാർട്ട് വർക്ക് എന്നാണ് ടുമാറോ, നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം എന്നാണ് പറഞ്ഞത്. അവിടെ കണ്ട എന്താണെന്നറിയാവോ, അവിടെ എന്താണ് നമുക്ക് ഫീൽ ചെയ്തത്, എക്സ്പീരിയൻസിന് അദ്ദേഹം വാല്യൂ ചെയ്തു, അല്ലെ? അതെ, ഒരു 25 ഇയേഴ്സ് ഉള്ള ഒരു ലേഡി അല്ല, 25 ഇയേഴ്സ് എക്സ്പീരിയൻസിനെയാണ് കൂടുതൽ അദ്ദേഹം അവിടെ എന്ത് ചെയ്തത്, ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഈ റീല് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അത് എക്സ്പീരിയൻസിന് വാല്യൂ ഉണ്ട്. ഞാൻ അതാ പറഞ്ഞത് നിങ്ങളുടെ അടുത്ത്, ഈ ഒരു കോഴ്സ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ എന്തെങ്കിലും ജോബിന് എക്സ്പീരിയൻസ് കിട്ടുന്ന രീതിയിൽ നല്ലൊരു ജോബിൽ എന്ത് ചെയ്യാൻ നോക്കാം, കയറാനായിട്ട് ശ്രമിക്കുക. എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ മിനിമം ഒരു 6 മാസമെങ്കിലും ആ ഒരു സ്ഥാപനത്തിൽ നമ്മൾ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യണം. മിനിമം 6 മാസം. നോട്ട് എന്താണ് ഒരു മാസം കൊണ്ട് ആ ജോലി കയറി അപ്പൊ തന്നെ റിസൈൻ ഇടാം, അങ്ങനെയല്ല. മിനിമം 6 മാസം, മാക്സിമം നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും വർക്ക് ചെയ്യാം. നമ്മൾ എക്സ്പീരിയൻസ് കാണിക്കുമ്പോൾ, നമ്മൾ ബയോഡാറ്റയിൽ എക്സ്പീരിയൻസ് എഴുതുമ്പോൾ മിനിമം ഒരു 6 മന്ത്സ് എക്സ്പീരിയൻസ് എങ്കിലും നമ്മൾ ആ ഒരു ഡാറ്റ എഴുതേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് പോർഷനിലേക്ക് വരാം, അല്ലെ? എന്തോരം ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ടാണ് നീട്ടി വലിച്ചിങ്ങനെ പോകുന്നത്. ക്ലാസ് എനിക്കറിയാം പോർഷൻസ് അധികം നീങ്ങുന്നില്ല, നമുക്ക് ശ്രമിക്കാം. ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകതയാണ്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ പറഞ്ഞു പോകുന്നുണ്ട്.
ഡൈവേഴ്സിറ്റി ഡെവലപ്പ് ഓൺ ഓപ്പർച്യൂണിറ്റി ഫോർ ആൻ ഓർഗനൈസേഷൻ. നമ്മൾ ഈ ഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദിസ് ഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് ഓൾസോ മീൻസ് എഫേർട്സ് ടു എലിമിനേറ്റ് അൺഫെയർ ഡിസ്ക്രിമിനേഷൻ. സോ ഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് മെയിൻ ആയിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത് നമ്മൾ അൺഫെയർ ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ കാര്യങ്ങളും എന്ത് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യുക എന്നാണ്. ടു ഡിസ്ക്രിമിനേറ്റ് is to make a note a difference which sometimes it is not necessarily bad. നമുക്കറിയാം ഈ ഡൈവേഴ്സിറ്റീസ് എപ്പോഴും എന്തല്ല, ബാഡ് അല്ല, അല്ലെ, മോശമല്ല. നോയിങ് എ ഡിഫറൻസ് ദാറ്റ് വൺ എംപ്ലോയി ഈസ് മോർ ക്വാളിഫൈഡ് ദാൻ അതർ ഹെൽപ്സ് ഇൻ മേക്കിംഗ് റിക്രൂട്ടിംഗ് ഡിസിഷൻ. അപ്പം ചിലപ്പോൾ ചില എംപ്ലോയീസ് ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, ഈ ഡിഫറൻസ് യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ കമ്പനിക്ക് സാധിക്കുമോ, അദ്ദേഹത്തിന്റെ ഈ ഡിഫറൻസും കാര്യങ്ങളും നമുക്ക് ആപ്റ്റ് ആണോ എന്ന് നോക്കണം. Then usually knowing the leadership ability of an employee help in making promotional decision. നമ്മൾ എംപ്ലോയീസിനെ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. എല്ലാവരും ഒരുമിച്ച് കറക്റ്റ് ആയിട്ട് ലീഡ് ചെയ്ത് പോകാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടോ, ആ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. Then usually when we talk about discrimination, we mean all our behavior to be influenced by stereotypes about a group of people. ചില സമയത്ത് നമ്മളുടെ ഊഹാഭോഹങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, ഞാൻ പറഞ്ഞു ഊഹാഭോഹങ്ങൾ, അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. നമ്മുടെ മുൻധാരണകൾ അല്ലെ, ചില ആൾക്കാരെ കുറിച്ചിട്ട് നമ്മൾ മുൻധാരണകൾ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. ചില മാനേജേഴ്സിനെ കാണുമ്പോൾ അയ്യോ ഭയങ്കര റൂഡാണെന്ന് വിചാരിക്കും. ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിൽ അക്കൗണ്ടന്റ്, ചീഫ് അക്കൗണ്ടന്റിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നു. ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. നമുക്ക് കണ്ടാൽ അപ്പിയറൻസിന് മനസ്സിലാവുന്ന എന്താണ്, ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് തോന്നും. പക്ഷെ നമ്മളോടുള്ള പെരുമാറ്റത്തില് എന്താ പറയാ, നമുക്ക് ഫീൽ ഗുഡ്, നമ്മളെ ബെറ്റർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ നമ്മൾ കെയർ ചെയ്യുന്നുണ്ട്, ഒരു നല്ലൊരു ട്രീറ്റ്മെന്റ്, നമ്മള് ഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു ആളോടുള്ള അഭിപ്രായം മാറും. ഞാനൊക്കെ ആദ്യം ചെല്ലുന്ന സമയത്ത്, ജോലിക്ക് വേണ്ടി ചെല്ലുന്ന സമയത്ത് ഞാൻ ചീഫ് അക്കൗണ്ടന്റിനെ കാണുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ആള് ഭയങ്കര ഒരു പാവമാണ്. സോ അത് ഒരു വൺ ഓഫ് ദ, ഞാൻ ആദ്യം വിചാരിക്കുന്ന പോലെ ആവണമെന്നില്ല എല്ലാവരും, നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത്. Unfair discrimination undertake everyone in a group of same rather looking at individual characteristics. സാധാരണയായിട്ട് ചില ആൾക്കാർ, ഒരു ഗ്രൂപ്പിൽ നിന്ന് വരുന്ന ചില ആൾക്കാരുടെ മാത്രം ക്യാരക്ടറിസ്റ്റിക്സ് എടുത്തിട്ട് ആ ഒരു ഡിസ്ക്രിമിനേഷൻ നമ്മളോട് കാണിക്കാറുണ്ട്. ഡിസ്ക്രിമിനേഷൻ ക്യാൻ സംടൈംസ് ബി ഡേഞ്ചറസ് ടു ആൻ ഓർഗനൈസേഷൻ ആൻഡ് എംപ്ലോയീസ്. ചില സമയത്ത് ഈ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ഓർഗനൈസേഷനും അതേപോലെ തന്നെ എംപ്ലോയീസിനും കുറച്ച് അൺഫെയർ ആണ്, ഡേഞ്ചറസ് ആണ്. Following table provide definition and examples of some forms of discrimination. Some discrimination examples കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കത് നോക്കാം. സമയമുണ്ടോ? ഓക്കെ, നമുക്ക് നോക്കാം. കുറച്ചല്ലേ ഉള്ളൂ. മേ ബി കംപ്ലീറ്റ് ആവാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. സോ ഡൈവേഴ്സിറ്റി ആട്രിബ്യൂട്ട്സ് ആണ് അവിടെ പറയുന്നത്. ആദ്യം കാണുന്നുണ്ടാവും നിങ്ങൾ, ഡൈവേഴ്സിറ്റി ആട്രിബ്യൂട്ട്സ് ആണ്. അതിനുശേഷം ഡൈവേഴ്സിറ്റി പറയുന്നുണ്ട്, ഇലിസ്ട്രേറ്റഡ് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഓഫ് ദിസ് ഗ്രൂപ്പ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. ജെൻഡർ ബേസില് ഒരു ഡൈവേഴ്സിറ്റി പറയാണ്, ആറ്റിറ്റ്യൂഡ് ആണ്, ജെൻഡർ ആയിട്ട് പറയുന്നു. ജെൻഡർ ഡൈവേഴ്സിറ്റി മെയിൽ ഫീമെയിൽ. ഫസ്റ്റ് ഓഫ് ഓൾ ന്യൂ മദേഴ്സ്, ഫസ്റ്റ് ഓഫ് ഓൾ റിമോട്ട് വർക്കിംഗ്, വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ്. അവർ പറയുന്നത് യങ്ങായിട്ടുള്ള അമ്മമാരുണ്ടാവില്ലേ, അവരാണെങ്കിൽ റിമോട്ട് ആയിട്ടുള്ള ഏരിയയിൽ അവരുടെ അടുത്ത് തന്നെ ജോലി ചെയ്യാനാണ് താല്പര്യം കാണിക്കുന്നത്. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് വർക്ക് ഫ്രം ഹോം ആയിരിക്കും കൂടുതൽ അവർ പ്രിഫർ ചെയ്യുന്നത്. മനസ്സിലായോ അത്, ആ ഡൈവേഴ്സിറ്റി? ഇനി ഏജിന്റെ കാര്യത്തില് നമുക്കറിയാം, ഓവർ ഹാഫ് എ ബില്യൺ ഓഫ് ഇന്ത്യൻസ് ആർ ലെസ് ദാൻ 25 years ഓഫ് ഏജ്. നമ്മൾ ഇന്ത്യയുടെ ജനസംഖ്യ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യയില് 1.5 billion ഓഫ് ഇന്ത്യൻസ് ആർ ഇൻ എന്താണ് ബിലോ ലെസ് ദാൻ 25 years ഓഫ് ഏജ്. അവർ യങ് ഏജിലാണ്, അല്ലെങ്കിൽ 30 years താഴെയാണ് ഹാഫ് ഓഫ് ദ ബില്യൺസ് ഉള്ളത്. അപ്പോ ഇങ്ങനെയുള്ള സമയത്താണ് ശരിക്കും പറഞ്ഞാൽ എക്കണോമിക് ഗ്രോത്തും കാര്യങ്ങളും വരുന്നത്. ഒരു ഡെവലപ്പിംഗ് കൺട്രി, ഡെവലപ്ഡ് രാജ്യമായിട്ട് മാറുന്ന ഒരു ടൈമാണ് ഇത്രയും യങ്ങായിട്ടുള്ള ആൾക്കാരൊക്കെ ഉള്ള സമയത്ത്. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ എന്താ സംഭവിക്കുന്നത്? എന്തിനു വെറുതെ, നമ്മുടെ കേരളത്തിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഇവിടെയുള്ള യങ് ജനറേഷനെ കാണാൻ പറ്റുന്നുണ്ടോ?
സത്യം പറയാലോ, ഞാൻ പഠിപ്പിച്ച കുട്ടികളിൽ ഭൂരിഭാഗം കുട്ടികളും ഇപ്പൊ കേരളത്തിൽ ഇല്ല. കറന്റ് നോട്ട് നമ്മളെ കേരളത്തിൽ അവരില്ല. അവർ മിക്കവരും UK, USA, അതേപോലെ തന്നെ കാനഡ, ജർമ്മനി അങ്ങനെ പല സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസത്തിനായിരുന്നു ആദ്യം പോയത്. അതിനുശേഷം ഇപ്പൊ അവിടെ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കി, ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ഇപ്പോ നാട്ടിൽ ഇല്ല എന്ന് പറയുമ്പോ ഞാൻ എന്താ പറയാ അധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടില്ല, കുറച്ചു വർഷങ്ങളെ ആയിട്ടുള്ളൂ. എത്ര വർഷമായിട്ടുണ്ടാവും, 7 വർഷത്തോളം ആയിട്ടുള്ളൂ എനിക്ക് ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്. ആ ഒരു ടൈമിൽ മുതലുള്ള കുട്ടികൾ ഭൂരിഭാഗം പേരും എന്താണ് പുറത്തു പോയി സെറ്റിൽ ചെയ്യാണ്. അപ്പൊ എന്തോരം കുട്ടികൾ പോയി പുറത്ത് സെറ്റിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളുടെ രാജ്യം ഡെവലപ്പിംഗ് കൺട്രി ആയിട്ട് മാറാത്ത കേട്ടോ. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. ഹാഫ് ഓഫ് ദ ഇന്ത്യൻ മില്യൻസ് ആണ് ലെസ് ദാൻ 25 years of age. യങ് മെന്ററിംഗ് ആൻഡ് ഫാർ HR പ്രാക്ടീസ്. യങ് ആയിട്ടുള്ള ആൾക്കാരോട് അവർക്ക് ഭയങ്കര എന്താണ് ഒരു അഭിപ്രായം ഉണ്ടാവും, നമ്മള് ഹൈലി ക്വാളിഫൈഡ് ആണ്, അതേപോലെ തന്നെ അവർക്ക് കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇന്ന് തന്നെ ജനിച്ചു വീഴുന്ന പിള്ളേരുടെ കയ്യിലേക്ക് തന്നെയാണ് മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഈ കുട്ടികളുടെ കയ്യിലേക്കും അത് കിട്ടിയിട്ടുണ്ട്. സോ അവര് നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സ്കില്ലാണ്. ബട്ട് എന്താ പറയാ, ഓൾഡർ എംപ്ലോയീസ് റീസ്കില്ലിംഗ് ഓൺ ന്യൂ ടെക്നോളജി. ഓൾഡർ എംപ്ലോയീസ് ആകുമ്പോൾ അവരത് പഠിച്ചെടുക്കേണ്ടതായിട്ട് വരും, അല്ലെ? അപ്പൊ നമ്മള് ഏജിന്റെ ബേസിലുള്ള ഒരു ഡൈവേഴ്സിറ്റി ആണ് എന്ത് ഏജ് എന്നുള്ളത്. പക്ഷെ നമ്മളത് കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യണം. കാരണം നമ്മളുടെ എംപ്ലോയീസ് ഔട്ട്ഡേറ്റഡ് ആയി പോകാൻ പാടില്ല, ആര് ഓൾഡർ ആയിട്ടുള്ള എംപ്ലോയീസ്. സോ നമ്മൾ അവർക്ക് റീസ്കില്ലിംഗ് കാര്യങ്ങളും കൊടുക്കണം. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രാമങ്ങളിലേക്കൊക്കെ വരാണെങ്കിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫ്രീ ഇന്റർനെറ്റ് പരിശീലനവും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അറിഞ്ഞൂടെ, ഞങ്ങളുടെയൊക്കെ നാട്ടിലുണ്ട് കേട്ടോ. ഇപ്പം എന്താ പറയാ, ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫോണും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അവർ പഠിച്ചെടുക്കാൻ ഓക്കെയാണ്. നമുക്ക് അവർക്ക് വേണ്ട ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി, പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി. ജസ്റ്റ് ഞാൻ ആ ടോപ്പില് ഡിസ്ക്രിമിനേഷൻ വരെ പറഞ്ഞു നിർത്തി എന്ന് വിചാരിക്കാം കേട്ടോ. ഡിസ്ക്രിമിനേഷൻ വരെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ബാക്കിയുള്ള പോയിന്റ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോ ഇനി ഓണമൊക്കെ കഴിഞ്ഞിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ. മേ ബി അത് കംപ്ലീറ്റ് ആവാതെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അവിടെ വെച്ച് നിർത്തണേ. അപ്പൊ ഓണമൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ എല്ലാവരെയും. അപ്പൊ ഹാപ്പി ഓണം ഓൾ. താങ്ക് യു ട്ടോ. താങ്ക് യു ഓൾ.